ഒരു മാനവരാശിക്ക് മൂന്ന് ദൈവങ്ങളോ? ഒരു മാനവരാശിക്ക് മൂന്ന് ദൈവങ്ങളോ? ഒരു മാനവരാശിക്ക് മൂന്ന് ദൈവങ്ങളോ? ദൈവം എന്ന് പറഞ്ഞത് ഒരാളെ പാടുള്ളൂ. മനുഷ്യർക്കെല്ലാം കൂടെ ഒരു ദൈവമാണെങ്കിൽ ഞാൻ വിശ്വസിക്കുമായിരുന്നു. പരമകാരുണികനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. പറയുക, അവനാണ് അല്ലാഹു, അവൻ ഏകനാണ്. അല്ലാഹു ആരെയും ആശ്രയിക്കാത്തവനാണ്, ഏവരാലും ആശ്രയിക്കപ്പെടുന്നവനും. അവൻ പിതാവോ പുത്രനോ അല്ല. അവന് തുല്യനായി ആരുമില്ല. ഒരു മാനവരാശിക്ക് മൂന്ന് ദൈവങ്ങളോ? ദൈവം എന്ന് പറയുന്നത് ഒരാളെ പാടുള്ളൂ. മനുഷ്യർക്കെല്ലാം കൂടെ ഒരു ദൈവമാണെങ്കിൽ ഞാൻ വിശ്വസിക്കുമായിരുന്നു. ദൈവം, ഇതെന്ത് ദൈവങ്ങൾ? എവിടെ തിരിഞ്ഞാലും ദൈവം. അദ്ദേഹം ചോദിച്ച ഈ ചോദ്യം യഥാർത്ഥത്തിൽ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് മഹാനായ ഒരു പ്രവാചകൻ ചോദിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിലെ 12-ാം അധ്യായത്തിലെ 39-40 വചനങ്ങളിൽ അത് കാണാൻ സാധിക്കും. ആ പ്രവാചകന്റെ പേര് യൂസുഫ് എന്നാണ്. ജോസഫ് എന്ന് നമുക്ക് ബൈബിളിലും മറ്റും കാണുന്ന യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം. രണ്ട് സുഹൃത്തുക്കളോട് അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, വ്യത്യസ്തങ്ങളായ ഒരുപാട് ദൈവങ്ങളാണോ നല്ലത്, അതല്ല ഏകനും ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ അധിപനുമായ ഏക ആരാധ്യനായ ഏക ദൈവമാണോ നല്ലത്? ബൈജു പറഞ്ഞതുപോലെ ദൈവം ഏകനായിരുന്നെങ്കിൽ ഞാൻ അവനിൽ വിശ്വസിക്കുമായിരുന്നു. ദൈവം ഏകനാണ്, നമുക്ക് വിശ്വസിക്കാം. പറയുക, അവനാണ് അല്ലാഹു, അവൻ ഏകനാണ്. അല്ലാഹു ആരെയും ആശ്രയിക്കാത്തവനാണ്, ഏവരാലും ആശ്രയിക്കപ്പെടുന്നവൻ. അവൻ പിതാവോ പുത്രനോ അല്ല, അവന് തുല്യനായി ആരുമില്ല.